ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ് എവറി വൺ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടയിലുള്ള ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങിനെ നമ്മൾ ബ്രോഡ്ലി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങിനെ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ, പിന്നെ അത് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് എന്നിങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. മൂന്ന് തരത്തിൽ 3 ബേസസ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് 3 ബേസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡിഫറൻസിനുള്ള 3 ബേസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചും, പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ, പിന്നെ അത് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഇതിനെല്ലാം അണ്ടറിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ചിന് നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസിനെയാണ് ആശ്രയിക്കുന്നത്? എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടയിലുള്ള ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ്. അതായത് സെല്ലേഴ്സ് അവരുടെ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് അതിൻ്റെ മണി വർത്ത് സെല്ലേഴ്സിന് കൈമാറുന്നു. ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, അതിനെയാണല്ലോ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത്, ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഫങ്ഷൻസ് ആണുള്ളത് മാർക്കറ്റിങ്ങിൽ? നമുക്കറിയാം മാർക്കറ്റിങ്ങിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങിന് മുൻപേ തന്നെ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അതായത് ആ മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റിനാണ് ഡിമാൻഡ് ഉള്ളത്, അതായത് ആ ഡിമാൻഡുള്ള പ്രൊഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഐഡിയ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പിന്നെയും ഉണ്ട്. അതായത് അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നോക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂവിനനുസരിച്ച് പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിൽ ഈ ഒരു ഏരിയ കൂടിയുണ്ട്. അതായത് പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 3 ബ്രോഡ് ബേസസ് വെച്ചിട്ട് നമ്മൾ ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്. അതായത് ഈ എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്ത് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ ബൈയിങ് ഉണ്ട്, അസംബ്ലിംഗ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, അത് തന്നെയാണ് അതിൽ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആണെങ്കിൽ അവരെന്താ പർച്ചേസ് ചെയ്യുന്നത്? ഈ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അവർക്ക് ട്രേഡിംഗ് അല്ല അവരുടെ ആക്ടിവിറ്റി. ആ ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഈ ഫൈനൽ പ്രൊഡക്ട്സ് ആണ്. അത് പർച്ചേസ് ചെയ്യുന്നു. ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിലേക്ക് വേണ്ട, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കളാണ്. അത് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബൈയിങ്ങിനെയാണ് നമ്മൾ ബൈയിങ് ഫംഗ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണം, എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത്, വാട്ട് ടു ബൈ, ഹൗ മച്ച് ടു ബൈ, ആൻഡ് ഫ്രം വേർ ടു ബൈ, ആൻഡ് അറ്റ് വാട്ട് പ്രൈസ് ടു ബൈ. എത്ര പ്രൈസിലാണ് മേടിക്കേണ്ടത്, എത്ര എമൗണ്ട് ആണ് മേടിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആണ് മേടിക്കേണ്ടത്, എന്താണ് മേടിക്കേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ ബൈയിങ് ഡിസിഷൻസാണ്. അത് ആ ഒരു ഫേസിലാണ് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ പ്ലേസിൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് റേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒരു കോമൺ പ്ലേസിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നായിരിക്കും നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് പല സോഴ്സസിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെ? ഒരൊറ്റ സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടില്ല, പല സോഴ്സസിൽ നിന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രെഡ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. നമുക്ക് അവിടെ വീറ്റ് വേണം, അല്ലെങ്കിൽ മൈദ വേണം, പിന്നെ എഗ്ഗ് വേണം, പിന്നെ പഞ്ചസാര, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വേണം. ബേസിക്കായിട്ട് ഈ 3 സാധനങ്ങൾ വേണമെന്ന് വിചാരിക്കുക. നമ്മൾ ഏതൊക്കെ സ്ഥലത്തു നിന്നായിരിക്കും റേസ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക? അത് ഒരൊറ്റ സ്ഥലത്തു നിന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ട് കിട്ടുമോ? ഇല്ല, അത് പോസിബിൾ ആയിരിക്കില്ല. കാരണം ഹോൾസെയിലേഴ്സ്, ഈ ഗോതമ്പ് പൊടീൻ്റെ ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പഞ്ചസാര വിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതിൻ്റെ ഹോൾസെയിലിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രം നടത്തുന്ന ആളുകൾ, അവരുടെ അടുത്തു നിന്നായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. കാരണം നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി വേണം, അപ്പോൾ നമ്മൾ അവരുടെ അടുത്തു നിന്നാണ് പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീറ്റൊക്കെ നമ്മൾ ഫാമേഴ്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഫാം പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തു നിന്നോ ഒക്കെയാണ് പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യണം, ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അതിനെ ഒരു കോമൺ പ്ലേസിൽ അത് എത്തിക്കണം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ കൺസംഷൻ പ്രോസസ്സ് നടത്തുന്നത്. കൺസംഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ കേസിലാണ് കേട്ടോ. നമ്മൾ ഹോൾസെയിലേഴ്സും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാലോ. അപ്പോൾ അവരും ഈ അസംബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് അവിടെ നിന്നാണ് ഈ പ്രൊഡക്റ്റ് മറിച്ച് വിൽക്കാനും ഒക്കെ സാധിക്കുക. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് ഫംഗ്ഷൻ. സെല്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ടെർമിനൽ ഫംഗ്ഷനാണ്. നമ്മൾ ബയേഴ്സിൻ്റെ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് കൈമാറുന്ന സമയം, അതിനെയാണ് സെല്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നീഡി ബയേഴ്സിന് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ, അതിനെയാണ് സെല്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓണർഷിപ്പും നമ്മൾ കൈമാറുന്നു. ആ ഒരു ഗുഡിനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ബയ്യർക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ എന്നുള്ളതാണ്. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്തുള്ള ഫങ്ഷൻ. ഈ ഫങ്ഷൻസാണ് നമ്മൾക്ക് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് പല ഡിഫറെൻറ്റ് പ്ലേസസിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് പഴം, പച്ചക്കറി അല്ലെങ്കിൽ ധാന്യങ്ങൾ ഇതൊക്കെ എത്തുന്നത് വേറെ സ്റ്റേറ്റ്സിൽ നിന്നാണ്, അല്ലേ? അവിടെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ നമുക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? നീഡി ബയേഴ്സ് എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കണം. അതിന് സഹായിക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ സ്റ്റോറേജ്. ഇതൊക്കെയാണ് നമ്മുടെ പല പരിമിതികളെ ഇല്ലാതാക്കുന്നത്. അതായത് നമുക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു പരിമിതിയുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന സാധനം ഇവിടേക്ക് എത്തിക്കണം. ആ ഒരു യൂട്ടിലിറ്റി ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ പ്ലേസിൻ്റെ പരിമിതി കടന്ന് ആ ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാണ്? ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷനാണ്, അല്ലേ? നമുക്കുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഉപയുക്തത എന്നാണ് യൂട്ടിലിറ്റീൻ്റെ മലയാളം. ഒരു ഉപയുക്തത ഉണ്ടാക്കുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മിക്ക ഫാം പ്രൊഡക്ട്സും സീസണലാണ്. അതായത് കുറച്ച് കാലത്തേക്കാണ് അതിൻ്റെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ടല്ലേ? അത് ആ ഫാം പ്രൊഡക്ട്സിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ നികത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഫാം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസൊക്കെ നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡിനെയും പ്രൈസിനെയൊക്കെ വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസാണ് ഇതൊക്കെ.
ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് കസ്റ്റമേഴ്സിന് ആവശ്യം വരുന്ന സമയത്ത് നമ്മളത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ സ്റ്റോറേജ് ഫംഗ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എത്ര സമയം വരെ, അതായത് നമ്മളുടെ ഈ ഫാം പ്രൊഡക്ട്സൊക്കെ നമ്മൾ കുറേ സമയം വരെ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിൽ മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്ന സമയത്താണ് നമ്മളത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെയുള്ള ഫങ്ഷൻസാണ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലേസ് യൂട്ടിലിറ്റിയാണ്. നമുക്ക് മനസ്സിലായില്ലേ? നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഫാം പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൺസംഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അതാണ് ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റോറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ അത് എത്തിക്കുന്നു. അതാണ് സ്റ്റോറേജ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ടൈം യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ ടൈം ഓഫ് പ്രൊഡക്ഷനും ടൈം ഓഫ് കൺസംഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറേജ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു ആക്ടിവിറ്റി. നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ അങ്ങോട്ട് ചിലവഴിക്കുകയല്ല. അപ്പോൾ നമ്മളതിനെ കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം പിന്നെയും നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്കത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് ആണ്. ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പേരിൽ നിന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഏതൊക്കെയോ കാര്യത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ നമുക്ക് ഫിനാൻസിങ് വരും, പിന്നെ റിസ്ക് ബെയറിംഗ് വരും, പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് വരും, ഇൻഫർമേഷൻ, മാർക്കറ്റ് ഇൻഫർമേഷൻ, പ്രൊമോഷൻ, ഇങ്ങനെയുള്ള മറ്റു പല ആക്ടിവിറ്റീസാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ യൂസ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ എനാബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ ഉപയോഗം, അതാണ്. മാർക്കറ്റിങ്ങിൽ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് നമ്മൾ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അതിനെയാണ് ഫിനാൻസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ യൂസേജ്, അതിനെയാണ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. പിന്നെ റിസ്ക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ അൺഫോർസീൻ ആയിട്ടുള്ള ഒരുപാട് റിസ്ക് എറൈസ് ചെയ്യാം, അതിനെയെല്ലാം നേരിടാനായിട്ട് സാധിക്കണം. അതായത് റിസ്ക് ഓഫ് തെഫ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഫാഷൻ മാറി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫാഷൻ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് റിസ്ക് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള റിസ്കിനെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതാണ് റിസ്ക് ബെയറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു റിസ്കിനെ നമ്മൾ പ്രിസ്യൂം ചെയ്യുക, അതാണ് റിസ്ക് ബെയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. ആദ്യം നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് നോക്കിയിട്ട് നമ്മളതിനെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡായിട്ട് മാറ്റുന്നു. അതായത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് ആവാം, അല്ലെങ്കിൽ ഷേപ്പ് ആവാം, കളറാവാം, വെയിറ്റ് ആവാം, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ്സിന് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് കൊടുക്കുന്നത്. ഹൈ സ്റ്റാൻഡേർഡുള്ള ഗുഡ്സിന് നല്ല റാങ്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രേഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷനും ഗ്രേഡിങ്ങും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിന് അത് ഈസി ആയിട്ട് എന്താ പറയുക, ആ ഒരു
കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അല്ലെ, നമ്മൾ ഗ്രേഡിങ് കൂടിയ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് അത്രയും തന്നെ പ്രൈസും ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൈസ് അനുസരിച്ച് മേടിക്കുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മണി സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ നല്ല ഗ്രേഡൊക്കെയുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഈസിനെസ് ഉണ്ടാകുന്നു ഇങ്ങനെ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ഗ്രേഡിങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. പിന്നെ അടുത്തത് മാർക്കറ്റ് ഇൻഫർമേഷൻ, അതായത് മാർക്കറ്റിനെ കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള ഇൻഫർമേഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഡിസിഷൻ മേക്കേഴ്സിന്. ആരാണോ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഫേമിലെ ഡിസിഷൻ മേക്കേഴ്സ് ആരാണോ അവർക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് കൈമാറും. മാർക്കറ്റിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പോളിസീസിൽ വരുന്ന ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസിഷൻ മേക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവരാണ് ഈ മാർക്കറ്റിങ്ങിൽ വേണ്ട ഡിസിഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇൻഫർമേഷന് ഡിസിഷൻ മേക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഒരു ഫംഗ്ഷൻ. പിന്നെ പ്രൊമോഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അതായത് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി, സെയിൽസ് പ്രൊമോഷൻ. ഇതൊക്കെ പ്രൊമോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസ്പെക്റ്റ് കൺസ്യൂമേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ സാധ്യതയുള്ള കൺസ്യൂമേഴ്സ്, അവരിലേക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എത്തിക്കുക, അതിനെയാണ് പ്രൊമോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ആശ്രയിക്കുന്നത്? അഡ്വർടൈസിങ് നടത്താം, അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് നടത്താം. അതായത് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് ആ ഒരു ഗുഡിൻ്റെ പ്രത്യേക ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് സെയിൽസ് നടത്തുന്നത്, അതാണ് പേഴ്സണൽ സെല്ലിങ്. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ കണ്ടക്ട് ചെയ്യാം. പിന്നെ പബ്ലിസിറ്റി, സെയിൽസ് പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു വേറൊരു പ്രൊഡക്റ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ നമുക്ക് സെയിൽസ് പ്രൊമോഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിലൂടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രോസ്പെക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക, അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു എവ്രി വൺ.